കസബ സിനിമയിലെ സ്ത്രീവിരുദ്ധയെ വിമർശിച്ചതിന് പിന്നാലെ തനിക്ക് നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ച് പാർവതി തിരുവോത്ത് തനിക്ക് നേരെ കൊലവിളികളും ബലാത്സംഗ ഭീഷണികളും വന്നു തുടങ്ങിയപ്പോൾ മാത്രമാണ് പ്രതികരിച്ചതെന്നും ഒപ്പം നിന്നവർക്കും പാർവതി നന്ദി പറഞ്ഞു. മമ്മൂട്ടിയുമായി സംസാരിച്ചുവെന്നും എന്നാൽ മമ്മൂക്കയുടെ പ്രസ്താവന വന്നപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയതെന്ന് നടി പറഞ്ഞു. ഈ സമയത്ത് അവാർഡ് വാങ്ങാൻ ചെന്നപ്പോൾ ആളുകൾ കൂവി വിളിച്ചതും പാർവതി ഓർത്തു. കസബ പരാമർശം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ മാറി. ആക്രമണങ്ങളും ഭീഷണികളും തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താനും ഞാനും മമ്മൂട്ടി സാറും തമ്മിലുള്ള സംസാരിച്ചിരുന്നു. ഞങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. പക്ഷേ അപ്പോഴേക്കും അത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് എനിക്ക് പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ ഓൺലൈൻ പൊങ്കാല എന്നാൽ നിങ്ങൾ ക്രൂരമായി ട്രോൾ ചെയ്യപ്പെടുന്നു എന്നാണ് അർത്ഥം. ആ ആക്രമണത്തിൻ്റെ വ്യാപ്തി അവിശ്വസനീയമായിരുന്നു. എനിക്ക് നേരെ കൊലവിളികളും ബലാത്സംഗ ഭീഷണികളും വന്നു തുടങ്ങിയപ്പോൾ മാത്രമാണ് എനിക്കത് ഗൗരവമായി തോന്നിയത്. അതുവരെ ഞാനത് അവഗണിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇവിടെ പ്രശ്നം ഞാനല്ല, ഞാൻ പ്രതികരിച്ച വിഷയമാണ്. ഒരു സ്ത്രീ സംസാരിച്ചു എന്നതും അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ്. ആ ഭയം എന്നെ തളർത്തുന്നതിന് പകരം എനിക്ക് കൂടുതൽ കരുത്താണ് നൽകുകയാണ് ചെയ്തത്. പിന്നെ മമ്മൂട്ടി സാറുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശാന്തനായിരിക്കാം, എന്നാൽ പുറത്തുള്ളവർ അങ്ങനെയല്ല. ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഏറെ വൈകിയാണ് വന്നത്. അപ്പോഴേക്കും എനിക്കെതിരായ സൈബർ ആക്രമണം എല്ലാ പരിധിയും ലംഘിച്ചിരുന്നു. പുറത്തിറങ്ങാൻ പോലും ഞാൻ ഭയപ്പെട്ടു. എനിക്കെതിരെ വധഭീഷണി വരെ ഉണ്ടായിരുന്നു. ആ കാലം എൻ്റെ ആരോഗ്യത്തെയും ബാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചു. ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കൊരു പുരസ്കാരവും ലഭിക്കുന്നത്. വലിയ അവാർഡ് നിശയായിരുന്നു അത്. ഞാൻ അവാർഡ് വാങ്ങാനായി സ്റ്റേജിലേക്ക് നടന്നു കയറിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ മുഴുവൻ എന്നെ കൂകി വിളിക്കാൻ തുടങ്ങി. കയ്യടികൾക്ക് പകരം ആ കൂവൽ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാം സ്ലോ ഡൗൺ ആയതുപോലെ തോന്നി. പതുക്കെ നടക്കുക, കാൽ തട്ടി വീഴാതിരിക്കുക, പ്രസംഗം കൃത്യമായി പൂർത്തിയാക്കുക എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രസംഗം പൂർത്തിയാക്കി. അവിടെ തട്ട് വീണില്ല. സുരക്ഷിതമായി തിരിച്ചിറങ്ങി. സത്യത്തിൽ ആ 7 മിനിറ്റുകൾ എനിക്ക് 7 വർഷം പോലാണ് തോന്നിയത്. പതിനായിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നിങ്ങളെ കൂവുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ തളർന്ന് ഇല്ലാതാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉരുക്ക് പോലെ ഉറച്ചതാകും. ആ അനുഭവം എൻ്റെ DNA വരെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ അതിജീവിച്ചു. ആ കുറച്ച് വർഷങ്ങൾ എന്നെ തകർക്കാൻ നോക്കിയെങ്കിലും സത്യത്തിൽ അവയാണ് എന്നെ നിങ്ങളിൽ കാണുന്ന ഞാൻ എന്ന വ്യക്തിയായി രൂപപ്പെടുത്തിയത്.